നീണ്ട ഒരു കരിയർ ഗ്യാപ്പിന് ശേഷം ഒരു ജോലി നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. കരിയർ ഗ്യാപ്പ് അല്ല നമ്മുടെ പ്രശ്നം. കരിയറിൽ ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ള വേറെ 2 ഗ്യാപ്പുകളുണ്ട്. അതൊന്ന് ബ്രിഡ്ജപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ജോലിയിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ പറ്റും. കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു വലിയ തെറ്റൊന്നുമല്ല എന്ന് മാത്രമല്ല, അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. റിക്രൂട്ടേഴ്സ് ആണെങ്കിലും ഒരു റെലവൻ്റായ കാരണം കൊണ്ടുണ്ടായ കരിയർ ഗ്യാപ്പിനെ ആക്സെപ്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ കരിയറിലൊരു ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാരണം റെലവൻറ്റും കൺവിൻസിങ്ങും ആയിരിക്കണം. ഒരാവശ്യമില്ലാതെ എടുത്തൊരു ഗ്യാപ്പാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിനൊന്ന് മാസ്ക് ചെയ്തുകൊണ്ട് ഇൻറ്റൻഷനലി നിങ്ങളൊരു ഗ്യാപ്പ് എടുത്തതാണ് ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാനും ഡീറ്റോക്സ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ന് പറയാം. അല്ലാതെ റെലവൻ്റ് ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ കരിയറിൽ ഗ്യാപ്പ് വീണതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് കോൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങളോട് എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവറോട് പറയാം. അത് കംപ്ലീറ്റ്ലി ആക്സെപ്റ്റബിൾ ആയിരിക്കും. അതൊരു വലിയ തെറ്റൊന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രൊഫൈലിൽ ഇന്നത്തെ കാലത്ത് ഇത് വളരെ കോമൺ ആണ്. ഒരു കരിയറിലൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് നോർമലി സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതലായിട്ടും പ്രഗ്നൻസി, ഡെലിവറി, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ലൈഫിലെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പുതിയൊരു കൺട്രി അല്ലെങ്കിൽ പുതിയൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു പുതിയ ജോലി കിട്ടുന്നത് വരെ നിങ്ങൾക്കൊരു ഗ്യാപ്പ് വന്നു, അങ്ങനെ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ആയിരിക്കാം. പക്ഷെ അത് നോർമൽ ആണെന്ന് ആദ്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. നമ്മൾ കരിയറിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരുന്ന വേറെ 2 ചില ഗ്യാപ്പുകളുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്കിൽ ഗ്യാപ്പാണ്. രണ്ടാമത്തേത് ലാംഗ്വേജ് ഗ്യാപ്പാണ്. ഈ സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അത് തന്നെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ടെക്നിക്കൽ സ്കിൽ ഗ്യാപ്പ്, 2 സോഫ്റ്റ് സ്കിൽ ഗ്യാപ്പ്. അപ്പോൾ ഈ ലാംഗ്വേജ് ഗ്യാപ്പ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സ്കിൽ ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കാം. സ്കിൽ ഗ്യാപ്പിൽ തന്നെ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോഫ്റ്റ് സ്കിൽ ഗ്യാപ്പിനെ പറ്റിയിട്ടാണ്. ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അത്ര ഈസി ആയിട്ട് അസസ് ചെയ്യാനോ മെഷർ ചെയ്യാനോ പറ്റാത്ത ഒരു സ്കിൽ കാറ്റഗറിയാണ് ഈ പറഞ്ഞ സോഫ്റ്റ് സ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ഒരു ക്രിറ്റിസിസം വരുമ്പോൾ നിങ്ങളതെങ്ങനെ മാനേജ് ചെയ്യുന്നു, നിങ്ങളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങളതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ സോൾവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നിങ്ങളതിന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സ്കില്ല്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന രീതി, ഇതിനെയൊക്കെയാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഇവിടെ നിങ്ങൾ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ കാലം ജോലി ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന സ്കിൽസാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്തരം സ്കിൽസൊക്കെ കൂടുതലും ഒരു റിക്രൂട്ടർ നോക്കുന്നത് സീനിയർ ലെവലിലുള്ള ഒരു പൊസിഷനിലേക്ക് ഇൻ്റർവ്യൂ നടക്കുമ്പോഴാണ്. അപ്പോൾ ഈ കരിയർ ഗ്യാപ്പ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് ലെവലിലേക്കൊക്കെയുള്ള ജോബ് റോൾസ് ഉണ്ടാവില്ലേ, അതിനുള്ള ഇൻ്റർവ്യൂസാണ്. അതല്ലാതെ ഒരു 4-5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വലിയ പൊസിഷനിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ റിജക്ഷൻസ് കൂടുതൽ വരുന്നത്. അടുത്തൊരു സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽ ഗ്യാപ്പായിരുന്നു. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് ഓരോ ജോബ് റോളിലും ആവശ്യമായിട്ടുള്ള ചില ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക ഈസി ആയിട്ട്? നിങ്ങളൊരു ജോബ് അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ സ്കിൽസാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫുള്ളി നിങ്ങൾക്ക് ഓർമ്മയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോയി, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ വേർഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക്
അറിവില്ല. നമ്മൾ തന്നെ ചിലപ്പോൾ പറയാറില്ലേ, ചില കാര്യങ്ങളിൽ ആ ടച്ച് വിട്ടുപോയി. എക്സാമ്പിൾ, നമ്മൾ കുറേ കാലം വണ്ടി ഓടിക്കാതെ എനിക്ക് ആ ടച്ച് വിട്ടുപോയി എന്ന് പറയുന്നത് പോലെ, ഇങ്ങനെയുള്ള സ്കിൽസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുമ്പം അല്ലെങ്കിൽ പോളിഷ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പതുക്കെ അത് മറന്നു തുടങ്ങും. അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇവിടെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയാലും കുഴപ്പമില്ല, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മിച്ചെടുക്കാനും പോളിഷ് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ടും ചീപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, എവ്രി ഡേ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ ആ സ്കിൽസൊക്കെ വീണ്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കതിനെ പോളിഷ് ചെയ്ത് എടുക്കാം. പക്ഷേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഇൻഫർമേഷൻസും ട്രെൻഡ്സും ഒക്കെ അറിയാനായിട്ട് ഏറ്റവും നല്ലത് ഒരു കോഴ്സ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് ഗ്യാപ്പിനെ പറ്റി സംസാരിക്കാം. ഈ ലാംഗ്വേജ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതിൻ്റെ ഫ്ലുവൻസി, ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറേ കാലം, അതായത് 2 വർഷമോ 3 വർഷമൊക്കെ മാറി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്കൽ ടേംസ്, പ്രൊഫഷണൽ വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ നിന്ന് പതുക്കെ പോയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂവർ നിങ്ങളോടൊരു സബ്ജക്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില ടെക്നിക്കൽ ടേംസൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. ഇത് ഈസിലി നിങ്ങൾക്ക് ആ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് ഒബ്വിയസ് ആക്കി കൊടുക്കും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക്. ഇൻ്റർവ്യൂ നടക്കുന്ന ആ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയം കൊണ്ട് വേണ്ട പോലെ നിങ്ങൾ ഈ ടെക്നിക്കൽ ടേംസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെവൽ വരെ ഇൻ്റർവ്യൂവറെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരു വലിയ ഗ്യാപ്പൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. ഈ ഒരു മാസ്കിങ്ങിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന 15 മിനിറ്റാണ്. ഈ ഒരു 15 മിനിറ്റ് ഡെയിലി നിങ്ങൾ ആ ടെക്നിക്കൽ സ്കിൽസൊക്കെ റിവൈസ് ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ ആ ടേംസും പ്രൊഫഷണൽ ലാംഗ്വേജും എല്ലാം നിങ്ങളുടെ ആ ഒരു ബ്രെയിനിലേക്ക് റീസ്റ്റോർ ആവും. അപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അത് വേണ്ട വിധം യൂസ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ജോബൊക്കെ സെർച്ച് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് റീകണക്ട് ചെയ്യുക പഴയ കൊളീഗ്സായിട്ട്. അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും പ്രൊഫഷണൽ റിലേഷൻഷിപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. കാരണം ഇങ്ങനെയുള്ള കണക്ഷൻസ് നമ്മളെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ അറിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് തിരികെ പിടിക്കുക, വീണ്ടും ഒരു ജോബിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ തിരികെ പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം.